ഫോട്ടോഷോപ്പിന്റെ ഉപയോഗത്തിൽ സെലക്ഷൻ ടൂളുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർട്ടികളിൽ ഒരു ഐറ്റമാണ് ഫെദർ. ഇവിടെ ഫെദർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൂവൽ എന്നാണ്. ആക്ച്വലി സെലക്ഷന്റെ എഡ്ജുകളുടെ സ്മൂത്ത്നെസ് ആണ് ഇവിടെ ഫെദർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മളുടെ ആക്റ്റീവ് സെലക്ഷൻ ടൂള് റെക്ടാങ്കുലർ മാർക്കി ടൂളാണ്. ഈ മാർക്കി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു സെലക്ഷൻ നടത്തി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെലക്ഷൻ നടത്തി. ഇതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുക്കുന്നതിന് നിങ്ങൾക്കറിയാം Ctrl+C എന്ന് പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി എന്നത് ക്ലിക്ക് ചെയ്യുക. കോപ്പി എന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ലഭിക്കുന്നതാണ്. ഞാനൊരു കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു തലത്തില്, അതായത് ഒരു പുതിയ ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ വേറൊരു ചിത്രത്തിലോ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോപ്പി പേസ്റ്റിംഗ് മറ്റു സോഫ്റ്റ്വെയറുകളിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോപ്പി എടുത്ത ഈ പീസ്, അതായത് ഈ ചിത്രത്തെ ഭാഗം മറ്റൊരു ചിത്രത്തിലെ അല്ലെങ്കിൽ ഒരു പുതിയ ക്യാൻവാസിലോ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു പുതിയ ഒരു ചിത്രം തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൽ പേസ്റ്റ് ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പോ പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, വളരെ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ, ഞാനിവിടെ 100% ഫോട്ടോ കാണിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ സെലക്ഷൻ എഡ്ജുകൾ വളരെ ഷാർപ്പായി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഷാർപ്പായിട്ടാണ് ഈ എഡ്ജ് കാണുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സെലക്ഷന്, അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെലക്ഷന് നമ്മൾ ഫെദർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഫെദർ വാല്യൂ 0 ആണ് എന്നർത്ഥം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ, ഈ മാർക്കി ടൂൾ എടുത്തപ്പോൾ ഇവിടെ കാണുന്ന പ്രോപ്പർട്ടി ബാറിൽ ഫെദർ എന്ന ഐറ്റം 0 പിക്സൽ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിനർത്ഥം ഇതിന് ഒരു സ്മൂത്ത്നെസ്സും കൊടുത്തിട്ടില്ല, വളരെ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കും ഇവിടെ വരുന്നത് എന്നർത്ഥം. ഇത് കാണിക്കാനായിട്ട് ഞാനൊരു ഒരു ഫോട്ടോഷോപ്പ് ഡിഫോൾട്ടിന്റെ ഒരു പുതിയ ക്യാൻവാസ് തുറന്നതിന് ശേഷം അതിൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ ഈ ഈ എഡ്ജ് വളരെ ഷാർപ്പായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കേട്ടോ, വളരെ ഷാർപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ എഡ്ജുകളുടെ സ്മൂത്ത്നെസ് ചില സന്ദർഭങ്ങളിൽ വളരെയധികം അത്യാവശ്യമായിട്ട് വരാം. ഇതിനാണ് നമ്മൾ ഫെദർ ഉപയോഗിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ പോയി ഞാനത് Ctrl+D പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കി. ഇനി മാർക്കി ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഫെദർ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ഒരു 25 എന്ന പിക്സൽ, 25 എന്ന് മാത്രം അടിച്ചാൽ മതി. പിക്സൽ എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്വീകരിച്ചോളും. ഇതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഈ കൺട്രോളുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ വിശദമാക്കുന്നത് പിന്നീട്. ഇവിടെ 25 പിക്സൽ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു സെലക്ഷൻ, സാധാരണഗതിയിൽ ഒരു സെലക്ഷൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സെലക്ഷൻ നമ്മൾ സ്വീകരിക്കുക. ഇവിടെ നോക്കുക, കേട്ടോ, ഇതുപോലെ ഒരു സെലക്ഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തവണ നിങ്ങൾക്ക് കാണാം നേരത്തെ നിന്ന് വിപരീതമായി ഇപ്പോ നമ്മൾ സെലക്ഷൻ ചെയ്തതിന്റെ മൂലകള് ഒരു കർവ് ചെയ്തു വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു സ്മൂത്ത്നെസ് അപ്ലൈഡ് ആണ് എന്ന് കാണാൻ പറ്റും. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ കോപ്പി എടുത്തതിന് ശേഷം മറ്റൊരു സർഫേസിൽ, ഇവിടെ തന്നെ സർഫേസിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തു. ഇവിടെ ഈ ഫോട്ടോ നമ്മൾ 0 എഡ്ജ്, അതായത് നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഫെദർ 0 വാല്യൂ കൊടുത്തതാണ്. ഇവിടെയാണെങ്കിൽ 25 എന്ന വാല്യൂ കൊടുത്തതാണ്. ഫെദർ 25 വാല്യൂ കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. കേട്ടോ, ഇതിന്റെ എഡ്ജ് സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നാൽ ഇതിന്റെ എഡ്ജ് തീരെ സ്മൂത്ത് അല്ല, ഷാർപ്പാണ്. ഇനി ഇവിടെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചെറുതാക്കിയതിനു ശേഷം, വ്യൂ ചെറുതാക്കിയതിനു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തു. ഇപ്പോ 2 ഫോട്ടോസും ഇതിലുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം പേസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. അതിന്റെ നോക്കട്ടെ,
ആദ്യം നമ്മൾ 0 ഫെദർ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്തതാണ് ഇത്. 25 ഫെദർ വാല്യൂ കൊടുത്ത് കോപ്പി ചെയ്തതാണ് ഇത്. കൂടുതൽ ഫെദർ കൊടുക്കുമ്പോൾ കൂടുതൽ സ്മൂത്ത് ആയിട്ട് എഡ്ജ് പരിവർത്തിപ്പിക്കപ്പെടുകയും നമുക്ക് ചിത്രത്തിന്റെ ഇഫക്റ്റുകൾ യഥാവിധം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഫെദർ പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. അതായത് ഫെദർ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മളിപ്പോ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഫെദർ വാല്യൂ കൊടുക്കുമ്പോൾ ആ ഫെദർ വാല്യൂ ഇപ്പോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 50 ആണെന്ന് കിട്ടുക, 50 ആണെന്ന് കിട്ടുക. ഇങ്ങനെയാവുമ്പോ നമ്മളുടെ സെലക്ഷൻ എഡ്ജിൽ നിന്നും അതായത് നമ്മൾ ഇവിടെ കാണുന്നതാണ് സെലക്ഷൻ എഡ്ജ് എന്ന് ഉദ്ദേശിക്കുക. ഈ സെലക്ഷൻ എഡ്ജിൽ നിന്നും ഈ ഫെദർ വാല്യൂവിന്റെ പകുതി വാല്യൂ ഈ സെലക്ഷൻ എഡ്ജിൽ നിന്നും ചിത്രത്തിന്റെ അകത്തേക്ക് പോയി അകത്തു നിന്നും ഈ ഫെദർ വാല്യൂ ക്രമാനുഗതമായി പകുതി വാല്യൂ ഈ അകത്തേക്ക് പോയി അകത്തു നിന്നും ക്രമാനുഗതമായി ട്രാൻസ്പെറൻസി സ്വീകരിച്ചുകൊണ്ട് ഈ സെലക്ഷൻ എഡ്ജിന്റെ പുറത്തേക്ക് വ്യാപിക്കുന്നു. അതായത് പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ 100% ട്രാൻസ്പെറന്റ് ആയിട്ട്, അതായത് സുതാര്യമായിട്ടുള്ള രീതിയിലേക്ക് അതിന്റെ പിക്സലുകൾ പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫെദർ വാല്യൂവിന്റെ പകുതി സെലക്ഷൻ എഡ്ജിൽ നിന്നും അകത്തേക്കും പകുതി സെലക്ഷൻ എഡ്ജിൽ നിന്നും പുറത്തേക്കുമാണ് വരുന്നത്. അതായത് സെലക്ഷൻ എഡ്ജിന്റെ അകത്തേക്ക് വരുന്ന പകുതിയിൽ ആദ്യത്തെ പിക്സല് 100% ഒപ്പക്കായിരിക്കും. ഒപ്പക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്പാസിറ്റി ഉള്ളത്, അതായത് 0% ട്രാൻസ്പെറൻസി. ഇനി അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫെദർ വാല്യൂന്റെ ഇതിനനുസരിച്ചിട്ട് അതിന്റെ സെലക്ഷൻ എഡ്ജിൽ നിന്നും പുറത്തേക്ക് എത്തുമ്പോൾ അതിലെ ലാസ്റ്റ്, അതായത് 50ാമത്തെ പിക്സൽ വരുന്നത് 100% ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് എന്താ പറയാ ഫെദർ പ്രവർത്തിക്കുന്നത്. അതായത് സെലക്ഷൻ എഡ്ജിൽ നിന്നും അകത്തേക്ക് നമുക്ക് അതിന്റെ പകുതി വാല്യൂ സ്വീകരിക്കാവുന്ന തരത്തിലായിരിക്കണം സെലക്ഷൻ കൊടുക്കേണ്ടതെന്ന് അർത്ഥം. ഉദാഹരണമായിട്ട് 50 പിക്സൽ വാല്യൂ കൊടുത്തതിന് ശേഷം 50 പിക്സൽ വാല്യൂ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു ചെറിയ സെലക്ഷൻ ആണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, വളരെ ചെറിയ സെലക്ഷൻ ആണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു എന്താ പറയുക ഒരു ഡയലോഗ് ബോക്സ്, മെസ്സേജ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം ഇതില് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വാർണിംഗ്, നോ പിക്സൽസ് ആർ മോർ ദാൻ 50% സെലക്ട്. അതായത് 50% അതിന്റെ പകുതി ഇതിന്റെ അകത്തേക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ഷൻ എഡ്ജസ് വിൽ നോട്ട് ബി വിസിബിൾ. അതായത് സെലക്ഷൻ എഡ്ജ് കാണാനായിട്ട് സാധിക്കില്ല, നമ്മുടെ സെലക്ഷൻ സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഈ എന്താ പറയാ ഈ മെസ്സേജ് ബോക്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് വന്നാൽ രണ്ട് കാര്യങ്ങളാണ് സ്വീകരിക്കാം. ഒന്ന്, പിക്സൽ വാല്യൂ, അതായത് ഫെദർ പിക്സൽ വാല്യൂ കുറച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ സെലക്ഷൻ ഏരിയ വർദ്ധിപ്പിച്ചു കൊടുക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ ഉപകാരമുള്ള സംഗതിയാണ് ഫെദർ.